ഹലോ നമസ്കാരം. ലക്ഷങ്ങളെ കടമുണ്ടായിട്ട് വിദേശത്ത് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥയാണ് പ്രവാസികൾക്ക് യഥാർത്ഥത്തിലുള്ളത്. കാരണം അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിദേശത്ത് വരും. അപ്പോൾ നാട്ടിൽ നിന്ന് ചില കോളുകൾ, എടാ ഇന്ന പരിപാടി ഉണ്ട്, ഒരു 5000 തരണം. അപ്പോൾ എല്ലാവരും വിചാരം എന്താ അറിയോ, ഇവിടെ മരത്തിൽ കുലുക്കിയിട്ട് പൈസ ചാടിക്കാന്നാ. ഇവിടെ ഓരോ ദിവസം കഴിച്ച് കൂട്ടുന്നതും ഇവിടുത്തെ ഓരോ ദിവസത്തെ ചിലവുകൾ കഴിക്കണതും ചില ദിവസം ഭക്ഷണം കഴിക്കാതെ ബ്രെഡും മറ്റും മാത്രം കഴിച്ചു പോണതൊക്കെ പ്രവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ. പ്രവാസി എന്നും പറഞ്ഞിട്ട് തള്ളിക്കയറുകയല്ല അപ്പം ചെയ്യണത്. അവസ്ഥയാണടോ. നാട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കും ഇവിടെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര പൈസയാണ്. പക്ഷെ എന്താ അറിയോ, അത്രമാത്രം കടമുണ്ട്. ഇത് കടം വീട്ടി വരുമ്പോഴേക്കും പിടിക്കും 2, 3, 4, 5 കൊല്ലം. ഈ 5 കൊല്ലം കൊണ്ട് കടം വീട്ടി പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് വീണ്ടും അധ്വാനിക്കണം 5 കൊല്ലം. അപ്പോഴേക്കും പല പല പ്രശ്നങ്ങൾ വേറെയും വരും. അവസ്ഥയാണ് മൊത്തത്തിൽ. അതുകൊണ്ട് പ്രവാസികളോടൊക്കെ ഈ ബക്കറ്റ് പിരിവ് പോലെ നമ്മളെ ഈ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പരമാവധി സംസാരിക്കാതിരിക്കുക. തരാതിരിക്കാനും കഴിയുന്നിട്ട് അവരിത് ഇവിടുന്ന് ഞാൻ കണ്ടത് ആളുകൾ ചെയ്യണത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വേറെ കടം മേടിച്ചിട്ട് ഈ പാവപ്പെട്ടവൻ കൊടുക്കുക. അത് കണ്ടതിൻ്റെ പേരിൽ അങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവർ കുടുംബവും നാടും നാട്ടുകാരെയും വിട്ടിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുക. പ്ലീസ് കഷ്ടപ്പെടുത്തരുത് ഇവരെ. പാവങ്ങളാണ്.